പ്രിയപ്പെട്ടവരെ, ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. 2026 മാർച്ച് മാസം, ആ മാർച്ച് മാസത്തിലെ ഗ്രഹചലനത്തിൻ്റെ ആഴത്തിലുള്ള വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മാർച്ച് മാസത്തിൽ ശനി കുംഭൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ കർമ്മഫലങ്ങൾ ശക്തമായ പ്രകടനം നടത്തും. പഴയ കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്ന മാസമാണിത്. ഗുരു ഇടവൻ രാശിയിലാണ്. സാമ്പത്തിക സ്ഥിരതയുണ്ടാകും, കുടുംബ സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ കുജൻ ധൈര്യവും തർക്കവും കൂട്ടുന്ന ഒരു രാശിയിലാണുള്ളത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രണയവിവാഹ മേഖലയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയിലാണുള്ളത്. ബുധൻ വിദ്യാഭ്യാസ വ്യാപാര വളർച്ചയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോൾ ഓരോ നക്ഷത്രത്തെയും വിശദമായി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2026 മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുഫലം നമ്മൾ പരിശോധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അശ്വതി നക്ഷത്രത്തിൻ്റെ 2026 മാർച്ച് മാസത്തിലെ ഏകദേശ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. സാമ്പത്തികമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. പുതിയ വരുമാനത്തിലുള്ള വഴികൾ തുറന്നു വരുമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ വലിയ നേട്ടം നിങ്ങൾക്കുണ്ടാകും. നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ ഒരു ഇടപെടലും സമയവുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബത്തിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത ശ്രദ്ധിക്കണം. പക്ഷേ സമാധാനം വേഗം പുനഃസ്ഥാപിക്കുമെന്നും അതിൽ പറയുന്നുണ്ട്. ദാമ്പത്യ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആത്മാർത്ഥമായ സംഭാഷണം നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ശക്തമാക്കുമെന്നും അറിയുക. പഴയ ബന്ധം വീണ്ടും ശക്തമായേക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയപ്രഖ്യാപനത്തിന് നല്ലൊരു സമയമാണിതെന്ന് അറിയുക. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുമെന്ന് അറിയുക. കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ പഠനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മത്സരങ്ങളിലേക്ക് നിങ്ങൾ വിജയിച്ചു കയറുമെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ കാര്യങ്ങൾ വലിയ വിജയമുണ്ടാകും. പരീക്ഷകളിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരുമെന്നും അറിയുക. പുതിയ സുഹൃത്തുക്കളുണ്ടാകും. സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അംഗീകാരം വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതാണ് 2026 പൊതുവെ പറയുകയാണെങ്കിൽ മാർച്ച് മാസത്തിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുഫലം. ഇത് ഏകദേശ ഫലം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാ നക്ഷത്രങ്ങളുടെയും പൊതുഫലം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. അടുത്തതായി നാം പരിശോധിക്കുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ 2026 മാർച്ച് മാസത്തിലെ പൊതുഫലങ്ങളെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വായ്പ എടുക്കുന്ന രീതിയൊക്കെ പരമാവധി ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്. വായ്പ മൂലമായിരിക്കാം, അതിൻ്റെ തിരിച്ചടവും മറ്റു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികമായി താളം തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വായ്പ എടുക്കുന്നതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വീട്ടിൽ സന്തോഷകരമായ പല ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസഹിഷ്ണുത മാറ്റിവെച്ചിട്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം. അത് അനിവാര്യമായൊരു കാര്യമാണ്. രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് അല്പം താമസിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുട്ടികളായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ബന്ധുക്കളുമായി പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. രാഷ്ട്രീയത്തിൽ വലിയ ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിൽ പൊതുഫലമായി പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രത്തിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തിൽ വലിയ വരുമാനങ്ങളിലൊക്കെ വർധനവ് വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായ കാര്യങ്ങളിൽ ഒരു ഐക്യത്തിൻ്റെ പ്രതിഫലനം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. കുടുംബത്ത് ഐക്യവും സമാധാനവും നിലനിൽക്കും. വലിയ രീതിയിൽ അത് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളത് കാര്യം എടുത്തു പറയുകയാണ്. ദാമ്പത്യത്തിൽ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിക്കും. പരസ്പര വിശ്വാസവും കുടുംബ ഐക്യവും വർദ്ധിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രണയത്തിൽ വിജയകരമായൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വിവാഹം നിശ്ചയം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുട്ടികളുടെ നേട്ടത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വിദേശ പഠനത്തിന് നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. സാമൂഹികമായ അംഗീകാരം നിങ്ങളെ തേടി വരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ സാമ്പത്തികമായ പുരോഗതി അതിശക്തമായി തന്നെ മുന്നോട്ട് വരും. വീട്, ഭൂമി ഇവയെ സംബന്ധിച്ചിട്ടുള്ള ഇടപാടുകൾക്ക് നല്ല സമയമായിരിക്കും.
ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ചിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ നിർണയം ചെയ്ത് തീരുമാനമെടുക്കേണ്ട സമയമാണിത്. വിവാഹയോഗം നിങ്ങൾക്ക് ശക്തമായിരിക്കുന്ന സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഉയർന്ന വിജയം നിങ്ങൾക്കുണ്ടാകും. ബന്ധുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്നും എടുത്തു പറയണം. സാമൂഹ്യമായ ബഹുമതി നിങ്ങളെ തേടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ്. 2026 മാർച്ച് മാസത്തിൽ മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചെലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. സാമ്പത്തികമായ കാര്യങ്ങൾ കരുതി വയ്ക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. സഹിഷ്ണുതയോടുകൂടി വേണം എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാനും സംസാരിക്കാനും. പ്രണയകാര്യങ്ങളിലൊക്കെ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ് നിങ്ങൾക്ക്. വിവാഹാദി കാര്യങ്ങളൊക്കെ വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകേണ്ട സമയമാണ്. പഠനത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. ബന്ധുക്കൾ തമ്മിൽ അകലം പാടില്ല. പരസ്പര വിമർശനം ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് 6ാമത് നക്ഷത്രമായ തിരുവാതിരയെക്കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസത്തിൽ പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ലാഭവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ വലിയ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുകയും സന്തോഷം നിലനിൽക്കുകയും ചെയ്യും. ബന്ധം അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. പ്രണയകാര്യങ്ങളെല്ലാം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തെളിഞ്ഞു വരും. എല്ലാ കാര്യത്തിലും നല്ലൊരു യോഗം നിങ്ങൾക്കുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടായി വരും. ഇതാണ് 2026 മാർച്ച് മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുഫലം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ഉണർന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വലിയ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നൊരു മാസമാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ദാമ്പത്യ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട സമയമാണ്. പ്രണയകാര്യങ്ങളൊക്കെ മങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ പുനരുജ്ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹയോഗം വളരെ പതുക്കെ മാത്രമാണ് നിങ്ങളെ തേടിയെത്തുക. കുട്ടികൾക്ക് മത്സര പരീക്ഷകൾ വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയുണ്ടാകും. പൊതുസേവന രംഗത്ത് വലിയ നേട്ടവും ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ തന്നെ അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വീണ്ടും പരിശോധിക്കുന്നത് പൂയ നക്ഷത്രത്തെക്കുറിച്ചാണ്. വരുമാനത്തിന് വർധനമുണ്ടാകും. കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. ദാമ്പത്യ കാര്യങ്ങൾ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് എടുത്തു പറയണം. പ്രണയം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അത് വിവാഹ സാധ്യതയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. കുട്ടികളുടെ പുരോഗതി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. സാമൂഹ്യമായ ബഹുമതിയും അംഗീകാരവും ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ മാസം ലഭിക്കുമെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ആയില്യ നക്ഷത്രത്തെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായ ചിലവ് ഈ മാർച്ച് മാസത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ പല കാര്യങ്ങളിലും ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ പരസ്പര സംശയത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഇടപെടലും സംസാരവും ബന്ധങ്ങളും ഒഴിവാക്കി ജീവിതം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. വിവാഹം വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സാമൂഹ്യ വിമർശനത്തിനും വിമർശനാത്മക സമീപനത്തിനുമൊക്കെ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്പം ക്ഷമയും ധൈര്യവും കാണിച്ചെങ്കിൽ മാത്രമേ ജീവിത വിജയം നിങ്ങൾക്ക് ഉണ്ടാകൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും പറയാനുള്ളത് മകൻ നക്ഷത്രത്തെക്കുറിച്ചാണ്. മകൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസത്തിൽ പുതിയ സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹവും പ്രണയകാര്യങ്ങളിൽ വിജയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങളിലും സാമൂഹ്യമായ കാര്യങ്ങളിലും വലിയ പുരോഗതിയും വളർച്ചയും ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം പറഞ്ഞിട്ടുണ്ട്. പൂരം നക്ഷത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പരിശോധിച്ചാൽ 2026 മാർച്ച് മാസത്തിൽ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രധാനമായും വീട്ടിൽ വലിയ ചടങ്ങുകൾക്കുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ പരസ്പരം വാക്കേറ്റമുണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ക്ഷമ നിങ്ങളുടെ ആയുധമായി നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണം. ക്ഷമായുധം കൊണ്ട് അരിശത്തെ വെല്ലുകയാം സുമനുഷ്യർ കുറ്റ ജയം ജഗത്തിതിൽ. ജീവിതത്തിൽ നിങ്ങൾ ക്ഷമ നിങ്ങളുടെ കൈമുതലായിരിക്കട്ടെ. ദാമ്പത്യ കാര്യങ്ങളിലൊക്കെയുള്ള പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതകാലത്തെ മുഴുവൻ ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി തന്നെ ജീവിതത്തെ നേരിടാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയേറെ പഠന കാര്യങ്ങളിലൊക്കെ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കുട്ടികൾക്ക് വളരെയേറെ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2026 മാർച്ച് മാസത്തിലെ പൊതുഫലങ്ങളെക്കുറിച്ചാണ്. വരുമാനത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. കുടുംബത്തിൽ ഐക്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയം വിജയകരമായി മുന്നോട്ട് പോകുമെന്നാണ് എടുത്ത് പറയാനുള്ളത്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് തീർച്ചയായും വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ നേട്ടമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിൽ കാത്തിരിക്കുന്നത്. വീണ്ടും പരിശോധിക്കാനുള്ളത് അത്തം നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അത്തം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ സ്ഥിരത നിങ്ങൾ കൈവരിക്കുന്നൊരു സമയമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചമായ ഒരു കാര്യം. ദാമ്പത്യത്തിൽ പരസ്പരം ഐക്യവും കുടുംബപരമായ നേതൃത്വവും ഒക്കെ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്നതുകൊണ്ട് വലിയ മെച്ചങ്ങൾ ഉണ്ടാകി വരും എന്നാണ് കാണുന്നത്. ബന്ധുബലവും സാമൂഹ്യ ബലവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും സാമൂഹ്യമായ ഒരു അംഗീകാരം ഈ നക്ഷത്രത്തിന് ഈ മാസത്തിൽ ലഭിക്കുമെന്നാണ് എടുത്തു പറയാനുള്ളത്. വീണ്ടും പരിശോധിക്കാനുള്ളത് ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ്. പുതിയ വരുമാനങ്ങൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ വലിയ ആശങ്കകൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതെ തീർച്ചയായും ഒരു സൗമ്യ മനസ്ഥിതിയോടുകൂടി തന്നെ കുടുംബത്തെ സ്നേഹിച്ച് അവരുമായി എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവച്ച് ജീവിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രണയം വിജയകരമായി മുന്നോട്ട് പോകും. രാഷ്ട്രീയമായ രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലുമൊക്കെ ഒരു അംഗീകാരത്തിനുള്ള സമയമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസത്തിലെടുത്ത് പറയേണ്ട ഫലങ്ങൾ. വീണ്ടും പരിശോധിക്കാനുള്ളത് ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ മാർച്ച് മാസത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് പ്രധാനമായ നേട്ടം സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയാണ്. ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ സന്തോഷത്തിലുള്ള സാഹചര്യമാണ് വരുന്നത്. തീർച്ചയായും ദമ്പതികൾ പരസ്പരം ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്രദമായി തന്നെ മുന്നോട്ട് പോകുമെന്നറിയുക. വിവാഹാദി കാര്യങ്ങളിലൊക്കെ ആലോചന നടക്കുകയാണെങ്കിൽ തീർച്ചയായും വിവാഹത്തിന് സാധ്യത ഉറയ്ക്കുകയാണ്. അത് ശക്തമായൊരു യോഗമായി തന്നെ ഈ ചോതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്നും പറയുക. വീണ്ടും പരിശോധിക്കാനുള്ളത് വിശാഖ നക്ഷത്രത്തെക്കുറിച്ചാണ്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മാർച്ച് മാസത്തിൽ അധികമായി ചിലവുകൾ വന്നു ചേരുമെന്നാണ് പറയാനുള്ളത്. ബന്ധങ്ങളിലൊക്കെ പരീക്ഷണത്തിലൊരു ഘട്ടമുണ്ടാകും. കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്ത് ഐക്യവും സമാധാനവും ഉണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകേണ്ടതും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും കുടുംബത്തിലെ പ്രധാനയാളെന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. വീണ്ടും പരിശോധിക്കുന്നത് അനിഴ നക്ഷത്രത്തെക്കുറിച്ചാണ്. വരുമാന കാര്യങ്ങളിൽ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് ഒരു വലിയ പങ്കുവഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കുടുംബജീവിതവും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെയുള്ള ഈ നേട്ടം ഈ മാസത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും പൊതുവെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സമയമാണ്. പൊതുവേദികളിലൊക്കെ നിങ്ങൾക്ക് അംഗീകാരം തേടി വന്നേക്കാനുള്ള സാധ്യതയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കാവുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തേടി വരുന്നൊരു സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നൊരു മാസമാണ്. അപ്രതീക്ഷിതമായി എല്ലാ കാര്യങ്ങളിലും വലിയ നേട്ടമുണ്ടാകുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് നടക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയം, അതുതന്നെയാണ് പ്രധാനമായി ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. സാമ്പത്തികമായ ഉന്നമനം പ്രതീക്ഷിക്കുക. കുടുംബത്തെ ഐക്യവും സമാധാനവും മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പശ്രദ്ധ ഉണ്ടാകേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കുന്നത് മൂല നക്ഷത്രത്തെക്കുറിച്ചാണ്. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസത്തിൽ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. വിവാഹം വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിൽ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവാഹ ജീവിതവും സാമ്പത്തിക ജീവിതവും ഒക്കെ തന്നെ വളരെ നിയന്ത്രണത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കേണ്ട കാര്യമാണ്. കുട്ടികളായിട്ടുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. വീണ്ടും പരിശോധിക്കാം പൂരാട നക്ഷത്രം. 2026
മാർച്ച് മാസത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ വലിയ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്ത് എന്തെങ്കിലുമൊക്കെ ചടങ്ങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയം ശക്തമായി മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. കുട്ടികളുടെ കാര്യങ്ങൾ വലിയ നേട്ടമുണ്ടാകും. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും കുടുംബപരമായ നേട്ടവും പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു വിജയത്തിലേക്ക് നിങ്ങളെത്തിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാരെക്കുറിച്ചാണ്. 2026 മാർച്ച് മാസത്തിൽ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു സ്ഥിരത കൈവരുന്നൊരു സമയമാണ്. ദാമ്പത്യത്തിൽ ഒരു സന്തോഷം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾ പൊതുപ്രവർത്തനത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് എന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായ സന്തോഷം തീർച്ചയായും, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും തൊഴിൽപരമായ നേട്ടവും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ജീവിതത്തിൽ ബന്ധുബലവും സൗഹൃദവും ഒക്കെ തന്നെ വലിയ നേട്ടങ്ങളായി ആഘോഷിക്കുന്നൊരു സമയമായിരിക്കും ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം എന്ന് പറയുന്നത്. വീണ്ടും പരിശോധിക്കാം തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാമ്പത്തികമായി വലിയ പുരോഗതി നിങ്ങൾക്കുണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് വലിയ സമാധാനങ്ങൾ നിങ്ങൾക്കുണ്ടാവും. സാമൂഹ്യമായ ബഹുമതി നിങ്ങളെ തേടിയെത്തുന്നൊരു സമയവുമാണ്. അതുപോലെ തന്നെ കുടുംബവും കുട്ടികളും ഒന്നിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നതും കുടുംബത്ത് വലിയ വലിയ നേട്ടങ്ങൾക്ക് വിത്തുപാകുന്നതുമായ ഒരു സമയമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം എന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കുന്നു അവിട്ട നക്ഷത്രം. അപ്രതീക്ഷിതമായ ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കേണ്ട ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം എന്നുള്ളതും അറിയുക. ഈ വർഷത്തിൽ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗം പറഞ്ഞിരിക്കുന്നൊരു നക്ഷത്രമാണ്. ബന്ധുക്കൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാനുള്ളൊരു സാധ്യത ഈ മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും പറയാം, ചതയ നക്ഷത്രം 2026 മാർച്ച് മാസത്തിൽ ചതയ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ വർധനമുണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം വലിയ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രണയം വിജയിക്കാനുള്ള സാധ്യതയാണ്. അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും. വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആലോചന ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തി വിവാഹമായി തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വരുമാനത്തിലുള്ള വർധനവും പരസ്പരം മനസ്സിലാക്കിയുള്ള ജീവിതവും തീർച്ചയായും വലിയ നേട്ടങ്ങൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഉണ്ടാക്കും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. വീണ്ടും പരിശോധിക്കാം പൂരുരുട്ടാതി നക്ഷത്രം. കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് എടുത്തു പറയേണ്ടത്. വിവാഹത്തിന് സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് എടുത്ത് പറയണം. സാമൂഹ്യമായി അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവസാനമായി നമുക്ക് പരിശോധിക്കാം ഉത്രട്ടാതി നക്ഷത്രം. സ്ഥിരത, ദാമ്പത്യ ഐക്യം, വിദ്യാഭ്യാസ വിജയം, സാമ്പത്തിക ലാഭം ഇവയൊക്കെ തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ഈ മാർച്ച് മാസത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നു രേവതി നക്ഷത്രം. സാമ്പത്തിക നേട്ടം ഏറ്റവും ശക്തമായുള്ളൊരു നക്ഷത്രമായിരിക്കും രേവതി നക്ഷത്രം. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. പ്രണയവിവാഹത്തിൻ്റെ യോഗമുണ്ട്. കുട്ടികളുടെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹ്യമായ ബഹുമതി ലഭിക്കും. ആത്മീയമായ വളർച്ചയ്ക്കുള്ളൊരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പൊതുവായ ഒരു നക്ഷത്രഫലം മാത്രമാണ്. വ്യക്തിഗത ജാതകത്തിൽ ഗ്രഹസ്ഥിതി വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ധർമ്മം പാലിക്കുക, ദൈവവിശ്വാസം കൈവിടരുത്. ശനിശമനത്തിന് ശനിയാഴ്ച ദീപം തെളിക്കുക, ഗുരുകൃപയ്ക്കായി വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, ചൊവ്വാഴ്ച ഹനുമാനെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.